അമ്മമാര് അനുഭവിക്കുന്നതും അച്ഛന്മാര് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. സന്തോഷമായിക്കാണ് ബേബിയുടെ റെഡ് കളർ മോണിക്ക. ഈ ഓൾഡ് മണി സ്ട്രൈപ്പ് ഷർട്ട് ഓൾഡ് മണി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തൂലിയയ്ക്ക് ഒരുപാട് ഗിഫ്റ്റ് അവളുടെ നൂലുകെട്ടിന് കിട്ടി. പക്ഷെ ഇത്രയും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് കൂടിയില്ല. കല്യാണത്തിന് കിട്ടിയതുപോലെ കിട്ടി. അതെ, ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു, നമ്മളെ ഫാമിലി ഫ്രണ്ട്സ്, അത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ അങ്ങനെ ചെറുതായിട്ട് നടത്താനായിട്ട് പറ്റില്ല, കാരണം എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടപ്പെട്ടതായതുകൊണ്ട്. പക്ഷേ ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. പിന്നെ കുറെ ആൾക്കാർ ഗോൾഡൊക്കെ കൊണ്ട് കൊച്ചിന് കൊടുത്തു. അവര് നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ കൊച്ച് രംഗണ്ണനായി, ഫുൾ ഗോൾഡിലിനെ കുളിച്ചിരിക്കുന്നു. പിന്നെ എല്ലാം വലിച്ചുകൂരിയൊക്കെ വെച്ച് അവിടെ. പിന്നെ ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനും ഇവളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ തീരുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് നമ്മുടെ സഹായി ജോയ് ബൈ ബിജോയിനെയും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിന്റെ അതേ ബുദ്ധിയും ഇതുമുള്ള ബിജോയിനെ തന്നെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. പിന്നെ മേയ്ക്ക് പിന്നെ ചിലപ്പോൾ എപ്പോഴും വേണോ വിളി, ഒരു അർജന്റ് ആണ്, എമർജൻസി ആയിട്ട് വിളി വന്ന സ്പോട്ടിൽ താഴെ പോകണം, കൊച്ചിനെ ഉറക്കണം, അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ല, ഏതൊരു ചേച്ചി, ഏതൊരു ഫാമിലിയിൽ അമ്മമാര് അനുഭവിക്കുന്നതും അച്ഛന്മാര് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ പഠിച്ചു, പിന്നെ സൗണ്ട് ഇല്ലാതെ സംസാരിക്കാൻ പഠിച്ചു, പുതിയ പാട്ടുകൾ അപ്പൊ തന്നെ കമ്പോസ് ചെയ്ത് പാടാൻ പഠിച്ചു. അതെ, പിന്നെ കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തുള്ളിക്കൊണ്ട് നിൽക്കണം എന്നുള്ളത് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിമ്മിൽ പോകേണ്ട ആവശ്യം നമുക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, അൺബോക്സ് ചെയ്യാം. എനിക്ക് ഈ ഗിഫ്റ്റിന്റെ ഈ റാപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഫസ്റ്റ് പൊളിക്കാൻ പോണ്. നിങ്ങൾ പൊളിച്ചോ, നോക്കിക്കണ്ട. ഇത് ഡ്രസ്സാണ് കേട്ടോ, ആ പാക്കിങ്ങില് ഡ്രസ്സാണ്. ഇത് റോംബറാണ്. ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഇടാൻ തോന്നുന്നു. ഇത് 6 to 7 മാസം. ബിജോയ്ക്ക് കണക്ക. ഇതും റോംബർ പോലത്തെ ഒരു പരിപാടി. മറ്റേ ഡ്രസ് സ്നാക്കി വെക്കുമ്പോഴേ വെക്കുന്ന കൊള്ളാം, ക്യൂട്ട്. നിന്റെ ഗസ്. പുള്ളിക്കാരെ അറിഞ്ഞില്ല നൂലുകെട്ടിന് കിട്ടിയാണെന്നേ. ഇതും ഡ്രസ്സാണ്. ഓ, പിങ്ക് കൊള്ളാല്ലേ, നല്ല ക്യൂട്ട് ഡ്രസ്, കൊള്ളാം. കൊച്ചിനുള്ള ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഡ്രസ്സ് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. മേഘയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാന്ന് പാവം. എനിക്കൊന്നുമില്ല. ഈ കുഞ്ഞു പിള്ളേരൊക്കെ വലുതാകുമ്പോ ഇതൊന്നും ഇടാൻ പോലും പറ്റില്ല. എനിക്ക് അന്നിരുന്ന എത്ര വർഷം ഇട്ടേനെ. ഇത് കൊച്ചിനുള്ള ഡ്രസ്സ് തന്നെയാണ്. പഫ് മേഘ അതെടുത്തു. അപ്പോ ഇതും കുഞ്ഞിനുള്ള ഡ്രസ്സ് തന്നെയാണ്. ബേബി കെയർ സോപ്പ് ഒക്കെ ഉണ്ട്, ബോഡി സോപ്പ്. അത് സ്നഗി ഉണ്ട് കേട്ടോ, എന്റെ വീഡിയോ കണ്ട ആരോ ആണ്. അടുത്തൊരു ക്യൂട്ട് കവർ കിട്ടിയിരിക്കുകയാണ് എനിക്ക്, ഗിഫ്റ്റ് കവർ. ചോറ്റുപാത്രം ഉണ്ടോ സ്കൂളിൽ കൊണ്ടുപോവാൻ? ഐഫോൺ ഐ തിങ്ക് ഷൂസ് ആണോ? ഇത് ബേബി ഷീറ്റ് ആണ്, കുഞ്ഞു പിള്ളേരെ കിടത്തൂലേ, സോഫ്റ്റ് ആയിട്ടുള്ള. ഓക്കെ. ഓ, ഷൂസ് അല്ലടാ, ഒരു കുഞ്ഞ് ഉടുപ്പാണ് കേട്ടോ. അത് തുറക്കുന്നത് ഓ സിംഹക്കുട്ടി, സൺ ഓഫ് ഷെയർ. പക്ഷെ ഇത് 9 to 12 മാസം ആവുമ്പോ ഇടുന്ന കുട്ടികളുടെ ആണ് കേട്ടോ. എന്താടാ കേട്ടില്ല? മനസ്സിലായില്ലടാ, മരിച്ച് ആ ഫണ്ട് അതോടുകൂടി മരിച്ചു. നമുക്ക് മനസ്സിലായെങ്കിൽ അത് മരിച്ചതാണ് അർത്ഥം. ഇതും ഒരു ഡ്രസ്സ് തന്നെയാണ്. തൂലിയേക്ക് 5 വർഷത്തേക്ക് തുണി വേണ്ടെന്നാ തോന്നുന്നത്. ഇത് മറ്റേ കുഞ്ഞിനെ കൊണ്ടുവന്ന ബാഗ് അല്ലേ എന്നതല്ലേ പറയാ, ക്യാരി ബാഗാണ്. കൊള്ളാം. ഹായ് ബേബി കിറ്റ്. പണ്ട് പിള്ളേരെ നൂലിയെട്ടിനൊക്കെ പോകുമ്പോ ഇത് കണക്ക് പോകുമായിരുന്നു. പൗഡർ, ജോൺസൺ ബക്സ് ഒക്കെ ഉണ്ട്. ഓ, ഇതും ഹിമാലയയുടെ ഒരു ബേബി പ്രോഡക്ട്സ്. ഹായ്, കുഞ്ഞിനെ കൊത്താനുള്ള ചീപ്പുണ്ട്. ചീപ്പ്, കുഞ്ഞു പിള്ളേർക്ക് കൊത്തുന്ന ചീപ്പ് ആൻഡ് വെബ്സൈറ്റ് വൈബ്സ്.
ടീഷർട്ട്. ഇതൊക്കെ എന്റെ കൊച്ചിന് എപ്പോഴും കൊള്ളാല്ലേ? കൊള്ളാം. നല്ല രസമുണ്ട്. ഒരു 3 വയസ്സ് 4 വയസ്സിലെ കറക്റ്റ്. അതല്ല, ഇത് മറ്റേ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മള് കഴുത്തിൽ വെച്ച് കെട്ടാൻ വേണ്ടിട്ടുള്ള യൂസ്ഫുൾ സാധനമാണ്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? ആ, ഇതും ഒരു ബേബി കിറ്റ് ആണ് അല്ലേ? ടീഷർട്ട്, പാൻസ്, ഷൂസ് ഉണ്ടാവും, പിന്നെ 3 വാഷ് ക്ലോത്ത്, ക്യാപ്പ്. കളർ കോമ്പിനേഷൻ കൊള്ളാം. ബേബി കിറ്റ് ആണ് ഇതും. ഇതൊരു ബേബി കിറ്റ് ആണ്. അടുത്ത സെറ്റ് മേഘ 2 പൊളിച്ചു. ബെഡ്സ് ബൈറ്റ്. ഓ, ഇതും ഒരു ബേബി സെറ്റാണ്. ഈ കളർ നമുക്ക് ഓർമ്മയുണ്ടല്ലേ, ടവല്. അത് സെയിം സാധനം. അതന്നെ നല്ല പരിചയമുള്ള സാധനമാണ്. ഡ്രസ്സാണ്. ആ, അവിടെ എല്ലാം നമുക്ക് ഗസ് ചെയ്യാന്നുള്ളൂ. ഡ്രസ്സ് തന്നെ ആയിരിക്കും. ഡാഡിക്കൊന്നും കാണത്തില്ല, അത് വേറെ ആരും. ഡാഡിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഡാഡിക്ക് എന്ത് വേണം? നല്ല രസം. കൊള്ളാല്ലേ? അത് നമുക്ക് 3 സെയിം പോലത്തെടാ. 3 ഓപ്പൺ ചെയ്ത് കൊള്ളാല്ലേ? ക്യൂട്ട്. തൂലിക ഒരു കുറച്ചുകൂടെ 4 മാസമൊക്കെ ആകുമ്പോ 4 മാസമൊക്കെ അതും മറ്റേ റെഡ് കളർ മോണിക്ക അതുപോലെ സാധനല്ലേ? കൊള്ളാം, നല്ല രസമുണ്ടല്ലേ? നീ എന്നിടാൻ പറ്റുമോ ഇതൊക്കെ? അത് തന്നെ. വാ ബിജോയ്, ഓസം. കൊള്ളാം. പിങ്ക് കളർ. അത് നിക്കർ അല്ല, പാവാട. അവിടെ നൈസ് അല്ലേ? കൊള്ളാല്ലേ? പാവാട ടോപ്പ്, ഇത് ടവല്. ഇന്ന് ആക്രിക്കാരനെ വിളിക്കണം. ഇവിടുത്തെ കവറെല്ലാം എടുത്ത് കൊടുക്കേ. ഒരു ബേബി കിറ്റ്. ഔഡിയുടെ ഇത് ഒരു 3 വയസ്സിലിടാം അല്ലേ? 1 വയസ്സിലൊക്കെ ഇടാൻ തോന്നുന്നു ബേബി കിറ്റ്. ഓ സൂപ്പർ. നമ്മുടെ മേഘയുടെ വീടിന്റെ കളർ അറിയാന്നുള്ള ആരോമാണ്. അതേ കളറിൽ തന്നെ അതിന് കൊള്ളാം. ഇത് ഇടാൻ പറ്റൂല്ലേ? കുറച്ചുകൂടെ 1 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും തുലിക്ക് ഇടാൻ പറ്റും. 2 മാസം ഓന്ന് പറഞ്ഞിട്ട് 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഇടാന്നതാ. എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നിട്ട് 2-3 മാസം ഇടാം. ഞാൻ അടുത്ത ഗിഫ്റ്റ് എടുത്ത് തരട്ടെ. യെല്ലോ കളർ ഉണ്ട്. യെല്ലോ നൈസ് അല്ലേ? കൊള്ളാം, നല്ല രസമുണ്ട്. ഇതൊരു എന്താ കാണിക്കുന്നത് ഇപ്പുറത്തോട്ട്? ഷോർട്സ്. നോക്ക്, കൊള്ളാം. ഷോർട്സും യെല്ലോ കളർ ടീഷർട്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇടാം. കൊള്ളാല്ലേ? അത് കൊള്ളാം. ഇത് മറ്റേ കാർട്ടൂൺ അതല്ലേ? ട്വീറ്റി. ട്വീറ്റി ആണോ? അല്ല, ട്വീറ്റി അല്ല. ഇത് മൊയലാണ്. അതിന് കരയണം എന്തിനാ? എന്താ സംഭവം? ഇത് വണ്ടി പോകുമ്പം വെയിലടിക്കാതിരിക്കാൻ നമ്മളിടൂലേ ചുമ്മാ പറഞ്ഞത്. ഇത് സോക്സാ അങ്ങനെ പോലെയാണ്. ഇത് പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ വെയിലടിക്കാതിരിക്കാൻ നമ്മൾ ഇവിടെ വെക്കത്തില്ലേ, അതിന്റെ ചെറിയ വർഷം പോലെ ഇരിക്കുന്നു. കൊള്ളാല്ലേ? കീലിക്കും പിന്നെ ടവൽ, സോപ്പ്, അങ്ങനത്തെ സംഭവങ്ങളാണേ. നീ അത് പൊളിച്ചത് തന്നെ എന്തിനാണ്? സന്തോഷമായിക്കാണ് ബേബിയുടെ. ഇതും ബേബി കിറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഒന്നും ആവർത്തിച്ച് വന്നിട്ടില്ല. എല്ലാം ഡിഫറെന്റ് കളേഴ്സ്, ഒരേ മോഡൽ വന്നിട്ടില്ല. നോക്കാം. ഇത് കൊള്ളാം. മോണിക്ക. ബിജു ഇത് കഴിഞ്ഞിട്ട് ബേബി സെറ്റ് കടയിടാൻ പോണപ്പോ. ഇതൊരു ബേബി കിറ്റ് തന്നെയാണ്. ഇതിന് ഗിഫ്റ്റ് സെറ്റ് ആണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് സെറ്റ് കൊള്ളാം. നമുക്കൊന്നും ഇതിനകത്ത് ഒരുപോലത്തെ ഒന്നും വന്നിട്ട് എല്ലാം ഡിഫറെന്റ്. പാൽക്കുപ്പി വലിയൊരു പഫ്. ഓ കൊള്ളാല്ലേ? ഒന്നും റിപ്പീറ്റ് ആയി വന്നിട്ടില്ല കളേഴ്സ് ഒന്നും. വലിയ പഫ്. ഇത് നീ എടുക്കുമല്ലേ? എനിക്ക് പഫ് വെച്ച് പൗഡർ തന്നെയാണ് ഇഷ്ടം. എന്റെ കുഞ്ഞിലെ എനിക്ക് 1 വയസ്സിൽ വാങ്ങിയ പഫ് ഇപ്പോഴും ഉണ്ട്. അത് ഈ ഇടയ്ക്കാണ് കാണുന്നത്. മുഖത്ത് കുരു വന്നപ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്നത്. കൊച്ചിന്റെ നൂലിന് ബേബി ഹഗ്ഗിന് കുറെ പൈസ ഉണ്ടായി. എല്ലാം അല്ല, ഇത് കിട്ടിയല്ലേ നേരത്തെ? ഇതേ സെയിം സാധനം. ഞാൻ സൺ ഓഫ് ഷെയർ എന്ന് പറഞ്ഞ ഓർമ്മ. ഒരെണ്ണം ആവർത്തിച്ച് വന്നു. ഇതിൽ പേര് എഴുതിയിട്ടുണ്ട്. റൈക്കർ. നമ്മളെ മാർക്കറ്റിംഗ് ടീമിലെ പയ്യന. ഇതൊരു ഡ്രസ്സാണ് തൂലിയേക്കുള്ള. നിബിൾ.
ഇത് ഉപയോഗമുള്ളതാ, പക്ഷെ ഇവള് ഉപയോഗിക്കത്തില്ല. ഓ ഗൈസ്, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. നമ്മൾ തൂലികയ്ക്കുള്ള വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒഫീഷ്യലി ആയിട്ടാ തനു. ഒരുപാട് ആൾക്കാർ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പേര്. ഞാൻ നേരത്തെ പറഞ്ഞു തനു. ആ തനു. ആ ഫ്രോക്കും മിഡിയും ടോപ്പും അല്ലേ ഇത്? അല്ല ഫ്രോക്കും ടീഷർട്ടും അല്ല, മിഡിയും ടോപ്പും. അതാണ് എനിക്ക് പെമ്പിളാർ ഡ്രസ് എടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ആരും പറഞ്ഞു ചുമ്മാരി വിജയ്, നിന്റെ പഴയ കാമുക്ക് നീ എടുക്കാ ആ മാക്സിൽ പോയി അവൾ ആ വഴിക്ക് പോയി. 7 വയസ്സിൽ മിഡിയും ടോപ്പും 2 വയസ്സിലാ 6 വയസ്സിലാണോ? ഇത് മറ്റേ ഫുഡിന്റെ ആണ്. ഫുഡൊക്കെ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് സ്മാഷ് ചെയ്തൊക്കെ കൊടുക്കൂലേ, ഇതിനകത്തിട്ട് ഇങ്ങനെ. വിജയ് വാങ്ങിക്കുന്ന ആള് അടിച്ച് കലക്കി കൊടുക്കുമെന്ന് പറയാനുള്ള സ്മാഷ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ബിജോയ് CBSE ആണെന്ന്? മേഘ പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചേ. എത്ര വരെ പഠിച്ചടാ? 10 വരെ. ഈ ട്രിവാൻഡ്രം സ്ലാങ് അത് നമ്മുടെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണവനാണ്. ഞാനും മേഘയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടത്തിലാണ്. സോ ഗൈസ്, ഇതില് അയ്യോ കൊച്ചു പിള്ളേർക്കുള്ള കേട്ടോ, തുല്യക്ക് ഇപ്പിടാൻ പറ്റുന്നതാണോ? ആ ഓക്കെ. അപ്പോ അങ്ങനത്തെ ഒരു 5-6 എണ്ണം കളറുണ്ട് കേട്ടോ. പിന്നെ അതുപോലത്തെ ഒരു കുഞ്ഞു കുറെ ഡ്രസ്സും ആൻഡ് ചെറിയ ഇതുപോലത്തെ ഡ്രസ് ഫ്രോക്ക്. പേര് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ പഠിക്കുന്നത്. ഞാനും പഠിക്കുന്നേ, എനിക്കും വലിയ അറിവൊന്നുമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. കൊച്ചു പിള്ളേർക്ക് പെൺകുട്ടികൾക്കൊക്കെ സാധനം അറിയത്തില്ല. ഞാൻ ബോയ്സിന്റെ സാധനം എനിക്കറിയാം, ബാർബി അല്ലേ, നമുക്ക് പിന്നെ അത് അറിയത്തില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, എനിക്ക് ഉപയോഗപ്പെടും. വിജയ് അടുത്ത ഗിഫ്റ്റ് ഇട്. അപ്പൊ ഞാൻ താഴെ ചിക്കനാണോ മണം അവിടെ കിട്ടുന്നുണ്ട്. ഫ്രോക്കാണ്, ഫ്രോക്ക് കൊള്ളാല്ലേ? ഏതാ? അത് കൊള്ളാം കേട്ടോ, നൈസ് ഫ്രോക്ക്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഒരു പീകോക്കിന്റെ ഒക്കെ അല്ലേ? പീകോക്ക് എന്ന് പറഞ്ഞാൽ ബിജോയ്ക്ക് അറിയായിരിക്കുമല്ലേ? ആ ചീത്ത വിളിക്കാതെടാ ബിജോയ്. അപ്പൊ ആ ഒരു കളർ കേട്ടോ കൊള്ളാം. ഓൾഡ് മണിയാ? അത് കൊള്ളാം, നല്ല രസമുണ്ട്. അത് ഒരുപാടുണ്ട്. ഇത് ടവല്, കിടത്താനുള്ള ടവൽ. കണ്ണടിച്ചു പോണ് തൂലിക. ഇത് ഇട്ട് ഇറങ്ങി കഴിഞ്ഞോണ്ടല്ല നാസിന്ന് ആൾക്കാരുടെ തൂക്കും. അങ്ങനത്തെ ഒരു വീടിന്റെ അതേ കളർ പോലെ സത്യം. ഈ വീടിന്റെ കളർ ഇതാണ്. മേഘ അത് തന്നെ ഇട്ടോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേ കളർ. അയ്യോ 3 കളർ അടുപ്പിച്ചു തറ. ഗൈസ്, ഇത് ഒരുപാട് കൊച്ചു ന്യൂ ബോൺ ബേബിക്ക് ഇടുന്ന ഡ്രസ്സുകളാണ്. ആരാ? അത് നിങ്ങളാണോടാ? വിജയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. വിജയുടെ ഗിഫ്റ്റ് സെലക്ഷൻ നോക്കട്ടെ. വിജയുടെ ആളെ എടുത്താടാ. ഇത് കൊള്ളാല്ലേ? ഗൈസ്, വിജയുടെ ഗിഫ്റ്റ് പൊളിക്കാൻ വിജയ് തന്നെ വന്നിരിക്കുന്നു. വാവ്. ഇത് ആകാശ് മഞ്ഞ. മഞ്ഞ കൊള്ളാല്ലേ? മഞ്ഞ കൊള്ളാം. ഇത് ആരെ സെലക്ഷൻ ആയാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വിജയ് ഞാൻ പറഞ്ഞ വിജയ് പെൺപിള്ളേർക്ക് എടുക്കാൻ വിജയ് കാലിലാണ്. ഞാൻ പറഞ്ഞല്ലേ ഇതിനു മുമ്പ് ഇവനൊരു കാമുക ഉണ്ടായിരുന്നു. വിഷയം മാറ്റി വിട്ടുണ്ടോ? ഈ വീടിന്റെ കളറിൽ വീണ്ടും ഒരു ഡ്രസ്. ഇതിനെന്താ? ഫ്രോക്ക്. എൻ്റെ വീട്ടില് ഒരു അനിയനാണ് ഉള്ളത്. അപ്പൊ എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കുറെ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കത്തിട്ടുണ്ടെങ്കിൽ പറയുന്നത്. ഓ ഗൈസ്, മേഘയുടെ ബിസിനസ് മേഘയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. എബിനാണോ? മമക്ഷര ബൈ മേഘ. മേഘയുടെ ജ്വല്ലറി ബിസിനസിന്റെ പേരാണ് മമക്ഷര. അതിന്റെ ഒരു ഫ്രെയിം, അതെനിക്ക് ആ ഫ്രെയിം ഡിസൈൻ ചെയ്തവനാണെന്ന് തോന്നുന്നത്. എബിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. മിഡി. ഇത് കൊള്ളാല്ലേ? മേഘ ഉണ്ടെന്നപ്പോ എന്നെ ഓർത്തില്ലടാ ആരും. എന്നെ ഒരു വാക്ക് പോലും. ഇത് കൊള്ളാം. മറ്റേ സിനിമ ഉണ്ടല്ലോ, ഡ്രാഗന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ നമ്മള്. മറ്റേത് വാരിയസ്, മറ്റേ അവരൊക്കെ ഉള്ള എല്ലാം ഫേമസ്. അത് ഡ്രാഗന്റെ പടം ഗെയിം ഓഫ് ത്രോൺസ്. അതിലെ കോസ്റ്റ്യൂമാണ് അവളിടുന്നത്. കൊള്ളാം. ഇത് ആരെ? അവന്റെ അല്ലേ? എബിന് കൊള്ളാളിയാ. ഗൈസ്, ഇത് കൊള്ളാം. ഒരു മഞ്ഞ കളർ, യെല്ലോ ആൻഡ് അതിന്റെ തന്നെ ഒരു ഓറഞ്ച്. പിങ്ക് ഫ്രോക്ക്.
കൊറേ പിങ്ക് ഫ്രോക്ക് ഉണ്ടല്ലേ. ചെരുപ്പ് കിട്ടി ഗൈസ്. ഓ ഈ കാര്യം എന്ന് പാകാവും എന്റെ കൊച്ചിന്? അവിടെ കാലിപ്പ് ഇത്രയല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ആ കുഴപ്പമില്ല. എന്തായാലും പിള്ളേരൊക്കെ കുറച്ച് പെട്ടെന്ന് ദിവസം വളരുന്നതാണല്ലോ. കഴിയുമ്പോഴത്തേക്ക് ഇടാം ചെരുപ്പ്. ബില്ലും കൂടെ തട്ടിച്ചിട്ടോ. അല്ല കണക്കല്ലെങ്കിൽ ചിലപ്പോ മാറ്റി മേടിക്കാനുള്ളതായിരിക്കും. അതെ. ആൻഡ് ഒരു വെറൈറ്റി ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചെരുപ്പാണ്. മോണിക്ക. പക്ഷെ എനിക്ക് തൂലിക കാണുമ്പോഴേ ഇത് മേഘ ചട്ടം പീസ് കൊണ്ടുവന്നതാണ്. ചട്ടം പീസ് ഉണ്ടോന്നാണോ? ഈ ഡ്രസ്സും പിന്നെ വേറെ എന്തോ പിന്നെ ഇതും. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ചട്ടം പീസ് ഉണ്ടോന്നാണ് കേട്ടോ. ഇതും ഇതും ഈ ചെരുപ്പ് അവരല്ലേ അവര് കൊണ്ടുവന്നു. പിന്നെ അവര് കൊണ്ടുവന്നൊരു സംഭവം ഇതാണ് കേട്ടോ. അയ്യോ മറിയേ, അതായത് കാർ സീറ്റ് ഉണ്ടല്ലോ ബേബീസിന്റെ, കാണിച്ചിട്ടായി. എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ വെച്ചൊന്നും. ചട്ടം പീസിന് നൂലുകെട്ട് സമയത്ത് വരാൻ പറ്റില്ല. അവരെല്ലാരും കൂടി വൈകിട്ട് മേഘയുടെ വീട്ടിൽ വന്നപ്പോ കൊണ്ടുവന്നേ കേട്ടോ. ഇത് കൊള്ളാം. ഇത് നമ്മൾ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നേണല്ലേ. പക്ഷെ അന്ന് തന്നെ ജനിക്കാൻ പോകുന്നതിലുള്ള പിന്നെ മേടിക്കാൻ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ അവര് മേടിച്ചോണ്ട് വന്നു. സോ കൊള്ളാം. താങ്ക് യു ചട്ടം പീസ്. അത് കൊള്ളാം അല്ലേ, നല്ല കളർ കോമ്പിനേഷൻ. ഇതും ഒരു ടവലും കൊച്ചിനുള്ള ചെറിയ ഫ്രോക്ക്. ഇത് കൊള്ളാം അല്ലേ. അത് തൂലികയ്ക്കുള്ള ഒരു ഇതാണ് ഇത്. എനിക്കിത് ആദിത്യ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ആദിത്യ ട്രാവൽസ് വഴിയാണ് പോകുന്നത്. അപ്പൊ അവര് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗെയിം കൊച്ചിനെ കിടത്തിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതാണ്. എന്റെ പേരെന്താ സത്യത്തില്? വാങ്ങണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഒരു പ്രായമാകുമ്പോ പിള്ളേർക്ക് മേടിക്കണം. ഓക്കെ, എന്തായാലും താങ്ക് യു ആദിത്യ ട്രാവൽസ്. അത് കൊള്ളാടാ. ഇത് മറ്റേ കൊച്ചിന്റെ ഇതിനിടാല്ലേ, മാമോദിസയ്ക്ക് ഇടാൻ പറ്റുമായിരിക്കും അല്ലേ? ഇത് ഓ അപ്പൊ 1 വർഷം കഴിയൂടെ. അല്ല അത് സൈസാണ് എഴുതിയത്. നോക്കാം, ഇട്ട് നോക്കാം. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഒരു കളർ കോമ്പിനേഷൻ. ഇത് നമുക്ക് യൂസ് ചെയ്യാം. പൗഡർ സോപ്പ് ഞാൻ അവിടെ താഴെ കടയിടാൻ പോവല്ലേ. ഹിമാലയയുടെ ബോഡി സോപ്പ് വാട്ടർമെലൺ ഫ്ലേവർ. സോപ്പിന് എങ്ങനെയാ? വാട്ടർമെലൺ ആണ് ഇങ്ങനെ എടുക്കുക. തൂലികയ്ക്കുള്ള ജട്ടി, കുട്ടി ജട്ടി ഫ്രോക്ക് ആൻഡ് കുട്ടി ജട്ടി. വേൾഡ്സ് സ്മോളസ്റ്റ് ജട്ടി ഇൻ ദ വേൾഡ്. ഇതിനെക്കാട്ടി ചെറുതുണ്ട്. ഉണ്ടോ? പിന്നെ ജനിച്ച കൊച്ചിന് ഫ്രോക്ക് അല്ലാതെ പിന്നെ പാന്റ് ഷർട്ടും കൊണ്ടുവരാം. ഒരു സൂപ്പർ ഫ്രോക്ക്. കൊള്ളാല്ലേ. ഇത് കൊറേ പിങ്ക് ഉണ്ടല്ലേ. കൊറേ പിങ്ക് ഉണ്ട്. നിന്റെ വീടിന്റെ കളറ് അറിയാന്നുള്ള ആരോടാ കേട്ടോ. ഇവിടെ പിങ്കോട് പിങ്ക്. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് എന്ന് വെച്ചാൽ എല്ലാവരും പിങ്ക് കൊടുക്കും. എനിക്ക് കൂടുതലുള്ളത് പിങ്കാണ്. ഇതൊരു ടവലും ഡ്രസ്സും ഒക്കെയാണ്. പിന്നെ ഒരു ബേബി പ്രോഡക്റ്റ്, ബേബി കിറ്റ്, ഫ്രോക്ക്. കൊള്ളാം. സോ ഗൈസ് ഇത് ഒരു ചെറിയ ഫ്രോക്ക് അല്ലേ മേഘു? ഫ്രോക്ക് സ്മോൾ ജെറ്റ്. വാ മോണിക്ക. ഈ റെഡ് കാണുമ്പോ ഇപ്പൊ മോണിക്കനാണ് ഓർമ്മ. ചെറിയ ഷൂസ്. ഇത് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നല്ലേ? ഇല്ല, കുറച്ചും യെസ്. തലയിൽ വയ്ക്കുന്ന ഒരു ഹെഡ് ബാൻഡും ചെറിയൊരു ചെരുപ്പും അല്ലേ? കൊള്ളാല്ലേ. ഇത് ടവൽ, ബേബി ടവൽ. ബേബി ടവല. ഇതും ഒരു ഐ ആം മൈ ഡാഡീസ് ഗേൾ. സത്യം പറ, നിങ്ങൾ പൈസ എടുത്ത് വാങ്ങിപ്പിച്ചതല്ലേ? എല്ലാ രാജ്യത്തും അടിക്കാൻ പറ്റും ഡാഡീസ് ഗേൾ അടിക്കാൻ. അത് കൊള്ളാല്ലേ. കൊള്ളാല്ലേ. പിന്നെ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ലൊരു കളർ കോമ്പിനേഷൻ. ഗൈസ് ഇതെന്ത് മോഡലാ? ഇതുവരെ എനിക്കും അറിയത്തില്ല. മോഡലുള്ള അറിയത്തില്ല നമുക്ക്. ബിജോയ്ക്ക് അറിയാം നമ്മുടെ ഈ മോഡല്. എന്റെ ഫാഷൻ മോഡലിനും അറിയത്തില്ല. നമ്മള് വിട്ടു. നല്ല കോസ്റ്റ്യൂം. കൊള്ളാം, നൈസ്. ഇതൊരു നിക്കറും ടീഷർട്ട്. തൂലികയ്ക്കുള്ള സ്മോൾ അണ്ടർവെയർ ആൻഡ് പിങ്ക് കളർ കോസ്റ്റ്യൂം. അതും പിങ്ക്. ഇത് ഫ്രോക്ക്. കൊള്ളാം. ഓ ഹിമാലയയുടെ ഒരു ബേബി പ്രോഡക്റ്റ് ഗിഫ്റ്റ് പാക്ക് എല്ലാം ഉണ്ട്. വാഷ് പൗഡർ, ലോഷൻ, ഷാമ്പു ഉണ്ട്, മസാജ് ഓയിൽ ഉണ്ട്, ഡൈപ്പർ റാഷ് ക്രീം ഉണ്ട്, ബേബി സോപ്പ്, ബേബി ലോഷൻ, ബേബി പൗഡർ, ബേബി വൈപ്സ്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇതും ഇവിടെ വേറെ ഇരിപ്പുണ്ട്. ഇത് വലുതാണെങ്കിൽ ഇത് ചെറുത്. അതിന്റെ കൊള്ളാം. അവരെ പാക്കിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. പിന്നെ ഇനി ഇത് ഒരു മോഡൽ ഡ്രസ് കൊള്ളാം. ഇതും ഒരു ബേബി സ്മോൾ പ്രോഡക്റ്റ്.
ഹായ്. തൂലിയേക്ക് വെക്കുന്ന പറ്റുന്ന ഒരു ചെറിയ ബോ അല്ലേ ഇത്? ഇത് അമ്മയുടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടന്റെ വൈഫ് ഇത് ഹാൻഡ് എംബ്രോയിഡറി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇതാണോ? ഇതാ അത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഒന്നുകൂടെ ഉണ്ട് അതിനകത്ത്. ഇതാണെന്ന് തോന്നുന്നു. ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ ഫാമിലി എംബ്രോയിഡറി വർക്ക്. അതിന്റെ തന്നെ ഇത്ര ഇത് തന്നെ ആയിരിക്കും. ഓ പിങ്ക് കൊള്ളാല്ലേ? ഇത് തന്നെ ആയിരിക്കും ചെയ്ത കൊള്ളാം. ഹാൻഡ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്ക് വെക്കാലോ. ഇതെനിക്ക് തൂലിയേക്കുള്ള പാവ. ഇതെനിക്കാണ്. ആ കൊച്ചിനെ ആദ്യം എടുത്ത് വയ്ക്കും, പിന്നെ ഇതിനൊക്കെ എടുക്കാം ഇനി. അപ്പൊ ഇതോടുകൂടി എല്ലാ ഗിഫ്റ്റും നമ്മൾ അൺബോക്സ് ചെയ്ത് ക്ഷീണിതരാണ് നമ്മൾ. അതെ, കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമാണ് ഈ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്നതല്ലേ, ഒരു സന്തോഷല്ലേ. ഗിഫ്റ്റ് ആർക്ക് കിട്ടിയാലും ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഒരു സന്തോഷം. സത്യം. ലാസ്റ്റ് ആയിട്ട് അച്ഛന് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് പൊട്ടിച്ചത് അതിന് മുന്നേ നമ്മുടെ കല്യാണത്തിന് ഒരുപാടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ക്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ കൊടുത്തു. സമയം ശരിയല്ലാത്തവർക്കും സമയം നോക്കാൻ വേണ്ടി ഒരുപാട് ക്ലോക്ക് ഉണ്ടായിരുന്നു. നിന്റെ സമയം ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് ഇനി അത് എത്ര ക്ലോക്ക് വെച്ചാലും ശരിയാവൂല. അതുകൊണ്ട് പിന്നെ തരുന്നില്ല. സോ അപ്പോ ഇത്രയൊക്കെയാണ് കിട്ടിയ ഗിഫ്റ്റുകള്. സോ ഗിഫ്റ്റ് തന്ന ആൾക്കാർക്കും എല്ലാവർക്കും താങ്ക് യു. അയ്യോ ഇത് കണ്ടില്ലല്ലോ, സോറി ഗൈസ്, ഒന്നുകൂടി ഉണ്ടായിരുന്നു. ഇത് 3 വയസ്സിലൊക്കെ ഇടാനേ പറ്റുള്ളൂ തോന്നണല്ലേ ജീൻസ്. പക്ഷെ വിഷയം സാധനം കൊള്ളാം ഗൈസ്, മോഡൽ ഫാഷൻ. സോ അപ്പോൾ ഇത്ര ഗിഫ്റ്റുകളാണ് നമുക്ക് കിട്ടിയത്. തൂലിക ബേബിനെ നമ്മുടെ വീട്ടിൽ തനു എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് ഒഫീഷ്യൽ, മാറ്റല്ലേ വേഗം, ഞാൻ പറഞ്ഞും പോയി. അപ്പോൾ തനു ബേബിക്കുള്ള ഗിഫ്റ്റുകളൊക്കെ ഇത്രയാണ്. ഭാഗ്യത്തിന് ഒരു മണിക്കൂറെടുത്ത് നമ്മൾ ഇതെല്ലാം പൊളിച്ച് അടുക്കി പറക്കിയൊക്കെ വെച്ചാണ്. കൊച്ചി ഇതുവരെ എണീറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ലേ, എണീറ്റില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.